നളചരിതത്തിൽ കലാമണ്ഡലം പപ്പുക്കുട്ടി ആശാന്റെ ദമയന്തി പൂരിക്കണ പോലെ തന്നെ. ചോന്നൂല മുഖം. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്ക്. രാധ എന്താ ഇങ്ങനെ പറയണേ? ഇട്ടം കൊണ്ടല്ലേ വരണേ? എന്നെ ഇഷ്ടപ്പെടണ്ട, ഒന്ന് പോകൂ. മാധുത്തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പ്രണയപരവശനായി പറക്കുന്ന വണ്ടാണ് ഞാൻ, ഒരു ഭൃംഗം. ആ ഭൃംഗം. ഹലോ മിസ്റ്റർ ഭൃംഗം, പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ, ഏത് കഥയാണ് ആടുന്നത്? എങ്ങടെ ഓടണേ? അവിടെ നിക്കടി. തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണിൽ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല. തമ്പുരാൻ വിശദീകരണം ഒന്നും വേണ്ട. 3-4 ആൺകുട്ടികൾ അവിടെ വേറെ വന്നിട്ടുണ്ട്. കളങ്കമില്ലാത്ത കുട്ടികളാ. അവരെ കണ്ണ് കാണിക്കാനും ചിരിക്കാനും ഒന്നും നിക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാധവി, പൊക്കോട്ടെ. പാവം. പാവം പാവമാണെങ്കിൽ വിളിച്ച് കൂടെ താമസിപ്പിച്ചോളൂ. പൂങ്കണ്ണീരൊന്നും ഒലിപ്പിക്കണ്ട. കള്ളക്കരച്ചില്. എന്താ എടുത്തേ? തള്ളയുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിരിക്കുക. ഞാൻ പറയാം നമ്മുടെ മക്കളുടെ അടുത്തൊന്നും എടുക്കണ്ടെന്ന്. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയെ വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പുരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചു തീർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരൻ ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. പൊയ്ക്കോ. എന്നിട്ടുള്ളതും ഇല്ലാതൊക്കെ കൂടി ഏട്ടൻ തിരുമനസിനടുത്ത് പോയി പറഞ്ഞു കൊടുക്ക. ഉദയനാപുരം കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ? നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. അടിച്ചു കളിക്കാൻ നിന്ന പാറക്കുട്ടി ഒരപ്പരെ പിഴച്ചു പറ്റിട്ട് പോയ കുട്ടിക്ക് ഇപ്പൊ നമ്മളെക്കാളും സ്ഥാനം എവിടെ? എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? നമ്മുടെ ഏട്ടൻ തിരുമനസിനെ തന്നെ പറഞ്ഞാ മതി. തന്നെ ഒന്ന് സൗകര്യത്തിന് കാണാൻ കിട്ടുന്നില്ലല്ലോ. താൻ എവിടെയാ കയറി പതുങ്ങിയിരിക്കണത്? മനുഷ്യരുടെ മുമ്പിൽ വരാൻ പാടില്ല എന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. നിക്ക. ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാൽ മനസ്സ് മരവിക്കില്ലേ കുട്ടി? എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കണം, വേണ്ടേ? എനിക്കിവിടെ സുഖം തന്നെയാണല്ലോ. ഇവിടെ എന്ത് സുഖം? അമ്മാമയ്ക്കും അമ്മായിക്കും 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത്. കുട്ടിയെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം ബോംബെക്ക്. അച്ഛൻ എന്നെ അന്വേഷിച്ചു. നിക്ക. നീലഗിരിയിലെ എസ്റ്റേറ്റ് രാധക്ക് ഒറ്റക്ക് നോക്കി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എസ്റ്റേറ്റോ? അതെ. ഞാനെന്തിനാ അതൊക്കെ നോക്കണേ? രാധയുടെ പേരുള്ള എസ്റ്റേറ്റ് പിന്നെ മറ്റാരെങ്കിലും നോക്കി നടത്തുവോ? നീലഗിരിയിൽ ഒരു ബംഗ്ലാവ് പണിയിപ്പിച്ച് അവിടെ കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥ അവിടെ. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ, അത് ശരി. പുറകെ വന്നതാവും കുട്ടിയുടെ. അതെ. ഞാൻ ചെറിയമ്മോട് പറഞ്ഞു കൊടുക്കും താനിങ്ങനെ ചില വൃത്തികെട്ട കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നു. ഒരു വിരോധം ഇല്ല. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്നാ മതി. മൂത്തവരെ ഗുണദോഷിക്കാരൊക്കെ ആയോ താൻ? പോയിക്കോളൂ.